ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് 295. നമ്മളിപ്പോൾ 60ാമത്തെ ഉപനിഷത്തായിട്ട് ശ്വേതാശതരോപനിഷത്താണ് നോക്കുന്നത്. അതിൽ അധ്യായം 2 11 മുതൽ 17 വരെയുള്ള മന്ത്രങ്ങളാണ്. ഇത് ഒരാൾ ധ്യാനയോഗത്തിലൂടെ ബ്രഹ്മസാക്ഷാത്കാരത്തിന് ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥകളാണ് ഇവിടെ പറയുന്നത്. അപ്പം 11 എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, ഒരാൾ ധ്യാനത്തിൽ സാധന ആരംഭിക്കുമ്പോൾ ചിലപ്പോൾ അവരെ ധ്യാനിക്കുമ്പോൾ മുമ്പിൽ മൂടൽമഞ്ഞിന് തുല്യമായ രൂപം ചിലപ്പം കണ്ടെന്ന് വരും. ആദ്യം ധ്യാനിക്കാൻ തുടങ്ങുമ്പോൾ മൂടൽമഞ്ഞിൻ്റെ രൂപം അല്ലെങ്കിൽ പുക മൂടിയതുപോലെയുള്ള അനുഭവം ഉണ്ടാകും. മുന്നിൽ പുക മൂടിയതുപോലെ. ചിലപ്പോൾ സൂര്യൻ ഉദിച്ച പോലെ എല്ലായിടവും പ്രകാശം, ഒരു വലിയ പ്രകാശം വ്യാപിക്കുന്നത് പോലെ തോന്നും. ചിലപ്പോൾ വായുവിനെ പോലെ അദൃശ്യമായ നിരാകാരമായ രൂപം അനുഭവപ്പെടും. വായു പോലെ, പക്ഷേ രൂപമൊന്നുമില്ല. ചിലപ്പോൾ അഗ്നിക്ക് തുല്യമായ തേജസ് അനുഭവപ്പെടും. അഗ്നി ജ്വലിക്കുന്ന പോലെ തേജസ് അനുഭവപ്പെടും. ചിലപ്പോഴിങ്ങനെ മിന്നി മിന്നി പോകുന്ന തരത്തിലുള്ള ഒരു ഫീലിംഗ് ഉണ്ടാവും. ചിലപ്പോൾ ഇടിമിന്നലിൻ്റെ മിന്നൽ പിണർ പോലെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ചില പ്രകാശങ്ങൾ പ്രത്യക്ഷപ്പെടും. ചിലപ്പോൾ സ്ഫടികമണിയുടെ രൂപത്തിൽ എന്തെങ്കിലും പ്രത്യക്ഷപ്പെടും. ചിലരിപ്പോൾ ചന്ദ്രന് തുല്യം ശീതളമായ ഒരു പ്രകാശം, ചന്ദ്രൻ്റെ ഒരു പ്രകാശമില്ല, അതുപോലെ അനുഭവപ്പെടും. അതേപോലെ അനേക ദൃശ്യങ്ങൾ എന്തെങ്കിലും ഇന്നതെന്ന് പറയുന്നില്ല, ഇങ്ങനെ പലതരത്തിൽ അനുഭവപ്പെടും. ഇങ്ങനെ അനുഭവപ്പെടുമ്പോൾ സാധകനൊന്ന് മനസ്സിലാക്കണം, അവൻ്റെ ധ്യാനം ശരിയായ രൂപത്തിലാണ് ഉള്ളത്. അപ്പം നമ്മൾ കണ്ണടച്ചിട്ട് ധ്യാനിക്കുമ്പോൾ നല്ലൊരു സ്ഥലം സെലക്ട് ചെയ്യാനെല്ലാം കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു. ഏതെങ്കിലും ഒരു ആസനത്തിൽ ഇരുന്നിട്ട് ധ്യാനിക്കാൻ തുടങ്ങുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും രൂപം കണ്ണിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയെങ്കിലും ഭയക്കേണ്ട കാര്യമില്ല. ഇത്രയേ അർത്ഥമുള്ളൂ. അതൊന്നും കണ്ടാൽ ഭയക്കൊന്നും വേണ്ട. അതെല്ലാം ശരിയായ രീതിയിൽ തന്നെയാണ് ഞാൻ ധ്യാനിക്കുന്നത് എന്ന നിലയിൽ അങ്ങ് അതിനെ കണ്ടാൽ മതി. അങ്ങനെ കുറച്ച് സമയം അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ പഞ്ചമഹാഭൂതങ്ങളിൽ അവൻ അധികാരം പ്രാപിച്ചു കഴിയും. പഞ്ചമഹാഭൂതങ്ങളിൽ അധികാരം സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ പഞ്ചമഹാഭൂതങ്ങളെ കൊണ്ടാണ് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ദ്രവ്യം, എല്ലാ വസ്തുക്കളും, അത് തന്നെയാണ് നമ്മളെ ശരീരത്തിലുമെല്ലാം അധികാരം സ്ഥാപിച്ചു കഴിഞ്ഞു, അതിനെ കീഴടക്കി കഴിഞ്ഞു. പിന്നെ പഞ്ചമഹാഭൂതങ്ങളുമായിട്ട് ഈ ശരീരവുമായിട്ട്, ചുരുക്കി പറഞ്ഞ ഈ ശരീരവുമായിട്ടോ ഈ ലോകത്തിലുള്ള ഏതൊരു വസ്തുവായിട്ടോ അതിനൊരു ബന്ധവും ഇല്ല. അതൊന്നും അവനെ സ്വാധീനിക്കാൻ പോകുന്നില്ല. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട സിദ്ധികൾ പ്രകടമാകും. അപ്പോൾ ഈ പഞ്ചമഹാഭൂതങ്ങളുമായിട്ട് ബന്ധപ്പെട്ട സിദ്ധികൾ എന്താണ്? അപ്പോൾ ശരീരത്തിൽ രോഗമുണ്ടാവില്ല. ഈ ശരീരത്തിൽ രോഗമുണ്ടാവില്ല. ശരീരത്തെ നമ്മൾ കീഴടക്കി. ശരീരം നമ്മളെ സ്വാധീനിക്കാനൊന്നും പറ്റില്ല. അല്ലെങ്കിൽ പുറത്തുള്ള ഒരു വസ്തുവിനും നമ്മളെ സ്വാധീനിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് രോഗങ്ങളൊന്നും ഉണ്ടാവില്ല. അതാണ് അതുമൂലം ലഭിക്കുന്ന സിദ്ധികൾ. വാർദ്ധക്യമെല്ലാം അങ്ങ് നിൽക്കും. പിന്നെ വയസ്സ് ആവില്ല. പിന്നെ മൃത്യു ഉണ്ടാവില്ല. അതായത് ബ്രഹ്മസാക്ഷാത്കാരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ മരണവുമില്ല. നേരെ ബ്രഹ്മത്തിലങ്ങ് പോയി ലയിക്കലാണ്. പിന്നെ ജനന മരണമില്ലാതെയാവില്ല. പിന്നെ മരണമില്ല എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലേ. ശരീരം അങ്ങനെ ദ്രവിച്ചു പോകും. നമ്മൾ ശരീരത്തിൽ നിന്നും വിട്ടു കഴിഞ്ഞു. ശരീരത്തെ പിന്നെ ശരീരത്തെ കളഞ്ഞാൽ പിന്നെ ഏതോ ഒരു വസ്ത്രം എടുത്ത് കളഞ്ഞ മാതിരി അങ്ങ് ചിന്തിച്ചാൽ മതി. പിന്നെ അതിന് മരണം എന്താണ്? മരണം എന്ന് പറഞ്ഞാൽ ജീവനാണ്, ജീവൻ പോകുന്നതാണ് ശരീരത്തിന്. ആക്റ്റീവായ ശരീരത്തിൽ നിന്ന് ജീവൻ പോകുന്നതാണ്. ശരീരത്തെ കളഞ്ഞു. ഇപ്പം നമ്മൾ ഒരു കൈ തളർന്നു കിടക്കുകയാണ്. അതിന് പിന്നെ
പിന്നെ ജീവൻ പോയി എന്ന് പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല, അത് പണ്ടേ പോയി. തളർന്നത് മുതൽ ആ കൈക്ക് ശക്തിയില്ലാതെ. അതുപോലെ ശരീരം മുഴുവനങ്ങ് പോയി കഴിഞ്ഞാൽ തളർന്നു പോയാൽ പിന്നെ ഏതിൻ്റെ മരണം ഏതിനാണ് സംഭവിക്കേണ്ടത്? അത് പണ്ടേ ദ്രവിച്ച് പോകുന്ന അവസ്ഥയിലായി. പിന്നെ അവൻ്റെ ഇച്ഛക്കെതിരായിട്ട് അവൻ്റെ ശരീരം നശിക്കില്ല. അവൻ്റെ ഇച്ഛക്കെതിരായിട്ട് ശരീരം നശിക്കുക എന്ന് പറഞ്ഞാൽ അവൻ്റെ ഇച്ഛ എന്താണെന്ന് വെച്ചാൽ എനിക്ക് സുന്ദരനായിട്ട് ഇരിക്കണം എന്നാണെന്നെങ്കിൽ അതങ്ങനെ ഇരിക്കുന്നതാണോ അതിൻ്റെ അർത്ഥം? അല്ല. കാരണം എന്താണ്? എല്ലാം ത്യജിച്ചു പോകുന്നവന് പിന്നെ എന്താണ് ഇച്ഛയുള്ളത്? അവൻ്റെ ഇച്ഛക്കെതിരായിട്ട് ശരീരം നശിക്കില്ല എന്ന് പറഞ്ഞാൽ അവൻ ശരീരത്തെ തന്നെ കളഞ്ഞു, പിന്നെ അവൻ ശരീരത്തെ പറ്റി ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ വാക്കുകൾ പറയുമ്പോൾ അവർ ശരിക്ക് അതിൻ്റെ അർത്ഥം എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നത്. അല്ലാതെ എൻ്റെ ശരീരം ഇങ്ങനെ പുഷ്ടിപ്പെടട്ടെ, മസിൽ വരട്ടെ എന്നൊന്നും അവൻ ചിന്തിക്കില്ല. കാരണം അവൻ ശരീരത്തെ ഉപേക്ഷിച്ചു കഴിഞ്ഞു, പിന്നെ അവന് ആ ശരീരത്തിൻ്റെ ഇതിലൊന്നും താല്പര്യമില്ല. അങ്ങനെയുള്ള ഒരു ശരീരത്തെ പിന്നെ പുഷ്ടിപ്പെടാൻ അവൻ ചിന്തിക്കില്ല. അതാണ് അതിൻ്റെ അർത്ഥം. അത് 12 പറഞ്ഞതാണ്. ഇനി 13 അങ്ങനെ ഭൂതങ്ങളിൽ വിജയം നേടിക്കഴിഞ്ഞാൽ ഈ ശരീരമായിട്ട് ഇപ്പോൾ പ്രപഞ്ചത്തിലെ ഒരു വസ്തു അവനെ സ്വാധീനിക്കില്ല. അതോടൊപ്പം മറ്റു കുറേ ശക്തികളും കൂടി അവന് ലഭിക്കും. ആ അവസ്ഥയിലെത്തുമ്പോൾ എന്തെല്ലാമാണ്? ശരീരം ലാഘവമാകും. ലാഘവം എന്ന് പറഞ്ഞാൽ അറിയാലോ, ലാഘവമാകും, ആലസ്യം മാറും, രോഗങ്ങളെല്ലാം നശിക്കും, ഒരു രോഗവും പിടിപെടില്ല. കാരണം രോഗത്തെ പിടിപെട്ടാൽ തന്നെ അവനറിയുന്നില്ല. അവൻ ശരീരത്തെ കളഞ്ഞു, അവൻ്റെ ശരീരം അവനുമായിട്ടുള്ള മനസ്സുമായിട്ട് അതിനൊരു ബന്ധവുമില്ല, ഇന്ദ്രിയങ്ങൾക്ക് ഒന്നും അവൻ്റെ ശരീരം. പിന്നെ ആ രോഗം വന്നാലും അവനറിയാൻ പോകുന്നില്ല. ഇപ്പം നമ്മളെ കാലിൻ്റെ അകത്ത് അല്ലെങ്കിൽ വിരലിൻ്റെ അകത്ത് ഏതോ ഒരു എന്തെങ്കിലും ഉണ്ടെന്നൊരു കീടം ഉണ്ടെന്ന് വെച്ചോ, കീടം അവിടെ കിടന്നിട്ട് എന്തോ ചെയ്യുകയാണെന്ന് നമുക്കത് അറിയേണ്ട ആവശ്യമില്ല. നമുക്ക് പ്രശ്നം ഇപ്പം വയറ്റിലെല്ലാം വിരകളെല്ലാം ഉണ്ടെന്ന് പറയുന്നുണ്ട്, നമ്മൾ അറിയുന്നുണ്ടോ? അതവിടെ ഇരുന്ന് എന്തോ ചെയ്തു പോകുന്നുണ്ട്, നമ്മൾ അറിയുന്നില്ല. പക്ഷേ കുഴപ്പം ചെയ്യുമ്പോഴാണ്, രോഗമാകുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. അതുപോലെ ശരീരത്തിൽ കിടന്നാൽ അവൻ ശരീരത്തെ കളഞ്ഞതാണെങ്കിൽ പിന്നെ രോഗമൊന്നും അവനില്ല. ആസക്തി നഷ്ടപ്പെടും, പിന്നെ അവന് ഒന്നിനോട് താല്പര്യം ഉണ്ടാവില്ല. ഏത് വസ്തു മുന്നിൽ വന്നാലും അതിൽ മനസ്സും ഇന്ദ്രിയങ്ങളും ആകർഷിക്കപ്പെടില്ല. എന്ത് വസ്തു മുമ്പിൽ കൊണ്ടുവന്നു വെച്ചാലും അവനതിൽ ആകർഷിക്കപ്പെടില്ല. എന്ത് വസ്തു ആരായാലും മുന്നിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ അവനതിൽ ഒരാസക്തിയുമില്ല. അവൻ്റെ ശരീരം വർണ്ണത്താൽ ജ്വലിക്കും. നോക്കുന്നവർക്ക് അവൻ്റെ ശരീരത്തിന് നല്ലൊരു പ്രഭയുള്ളതുമായി തോന്നും. സ്വരം മധുരകരമായി തീരും. അവൻ്റെ സ്വരത്തിനൊരു മധുരിമ, ശബ്ദത്തിനല്ല, സ്പഷ്ടമായിരിക്കും. ശരീരത്തിൽ നിന്ന് സുഗന്ധം ഇങ്ങനെ പുറത്തേക്ക് വരുമെന്നാണ് പറയുന്നത്. കാരണം കാര്യമായി ഒന്നും ഭക്ഷണം കഴിക്കുന്നില്ലേ, പിന്നെ ഇതിൻ്റെ അകത്ത് നിന്ന് എന്താണ് പുറത്തേക്ക് വരേണ്ട? സുഗന്ധം ചുറ്റും വ്യാപിക്കുന്ന പറയുന്നു. നമ്മൾ ഈ തിന്നുന്ന ഭക്ഷണമാണ് അതിൻ്റെ അകത്ത് കിടന്നിട്ട് ഈ കുഴപ്പങ്ങളെല്ലാക്കുന്നത്. ഒന്നും തിന്നാതെ ഇപ്പം മത്സ്യം മണക്കും. ഉണക്കാനിട്ട് കഴിഞ്ഞാലോ, ഉണങ്ങിക്കഴിഞ്ഞാലോ ഒന്നുമില്ല. അതേപോലെയാവും അവൻ്റെ ശരീരം. അപ്പം സുഗന്ധം ഭവിക്കുന്നാണ് പറയുന്നത്. മലവും മൂത്രവും എല്ലാം വളരെ കുറയും. കാരണം കുടിക്കുന്നീം തിന്നുന്നീം കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് വളരെ ശുഷ്കമായിരിക്കും. എന്നിട്ട് ഇനി അപ്പോൾ ശരീരത്തെ പറ്റിയെല്ലാം കളഞ്ഞു. ഇനി ആത്മാവിനെ പറ്റിയാണ്. ഞാനെന്ന ചിന്തയുണ്ടാക്കുന്ന ആ സംഗതി ഉണ്ടല്ലോ, അവിടെയാണ് ആത്മാവ്, പരമാത്മാവ് ഇരിക്കുന്നത്. എങ്ങനെ ഇരിക്കുന്നത്? ഒളിച്ചു കിടക്കുകയാണ്, ഇരിക്കുകയാണ് അന്തരാമിയായിട്ട്. അത് 14 പറയുകയാണ്. ഏതുപോലെ മണ്ണിനാൽ മൂടപ്പെട്ട ഒരു സ്വർണം, അതിൻ്റെ പ്രഭയൊന്നും കാണാൻ പറ്റില്ല. മണ്ണോട് ഇങ്ങനെ മണ്ണിൽ കിടന്ന ഒരു സ്വർണ്ണം എടുത്താൽ അതിൻ്റെ പ്രഭ കാണില്ല. പക്ഷേ അതിനെ നല്ലോണം തുടച്ച് വൃത്തിയാക്കി കഴിഞ്ഞ് അഴുക്കെല്ലാം കളഞ്ഞു കഴിഞ്ഞാൽ അത് തിളങ്ങാൻ തുടങ്ങും. അതുപോലെ ജീവാത്മാവും പൂർവകർമ്മങ്ങളുടെ ഫലമായിട്ട് എന്തായിരിക്കുകയാണ്? പ്രത്യക്ഷത്തിൽ പ്രകടമാവില്ല. നമ്മുടെ ഉള്ളിലുള്ള ആത്മാവിനെ നമുക്ക് കാണാൻ പറ്റുന്നില്ല. കാരണം
അത് ബൗദ്ധികമായ കർമ്മങ്ങളിലൂടെയെല്ലാം മനസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് അത് മൂടിക്കിടക്കുകയാണ്. അതിനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. എന്നാൽ ധ്യാനയോഗത്തിലൂടെ ഇങ്ങനെ ധ്യാനം ചെയ്തുകൊണ്ടിരുന്നാൽ എന്തു പറ്റും? എല്ലാ അഴുക്കുകളും മാറും. നമ്മളെ മനസ്സിൽ നിന്നും ശരീരമെല്ലാം ഉപേക്ഷിച്ചല്ല, പിന്നെ ശരീരത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അതിൻ്റെ അകത്ത് സുഗന്ധം പുറത്തേക്ക് വരുന്നത്. പിന്നെയോ മനസ്സും എല്ലാം ശുദ്ധമായി കാമായി. അതോടുകൂടി എല്ലാ അഴുക്കുകളും മാറിക്കഴിയുമ്പോൾ അത് തെളിഞ്ഞു വരാൻ തുടങ്ങും. ആ പരമാത്മാവിനെ തെളിഞ്ഞു വരാൻ തുടങ്ങും. എങ്ങനെയാണ് പരമാത്മാവിനെ തെളിഞ്ഞു വരുന്നത്? പരമാത്മാവിൻ്റെ സ്വഭാവം എന്താണ്? അതിന് രൂപവുമില്ല, ഭാവവുമില്ല, ഒന്നുമില്ല. അപ്പം നമ്മുടെ മനസ്സും അതേപോലെയായി മാറി. രൂപവുമില്ല, ഭാവവുമില്ല. ഏതുപോലെ നമ്മൾ ഗാഠനിദ്രയിൽ നിൽക്കുന്ന ഒരവസ്ഥ. ഗാഠനിദ്രയിൽ ഒന്നുമില്ല, ശാന്തം. ബോധം കെട്ട് കിടക്കുമ്പോൾ സ്വപ്നമൊന്നുമില്ല, ബോധം കെട്ട് കിടക്കുമ്പോഴുള്ള അവസ്ഥ. പക്ഷേ ഇത് ബോധത്തോടു കൂടിയാണ്. ആ വ്യത്യാസമുണ്ട്. ഉറങ്ങുമ്പം നമ്മൾ ഗാഠനിദ്രയിൽ നമ്മൾ അറിയുന്നില്ല. പക്ഷെ ഇത് ആ അവസ്ഥയല്ല. നമുക്കൊരു എന്തോ ഒരു പ്രസന്നത, എല്ലാം നമ്മളായിട്ട് വ്യാപിച്ച ഒരു പ്രത്യേകത. അതിനാണ് ആ ബ്രഹ്മസ്വരൂപം എന്ന് പറയുന്നത്. അത് തെളിഞ്ഞു വരും. ആ ഒരവസ്ഥ തെളിഞ്ഞു വരുമ്പോൾ അതാണ് ബ്രഹ്മം എന്ന് നമ്മൾ മനസ്സിലാക്കും. പ്രപഞ്ചമെല്ലാം വ്യാപിച്ചു കിടക്കുന്ന ആ ശക്തിയായിട്ട് നമ്മളെ മനസ്സിൽ ഇങ്ങനെ ഒരു ഭാവം പ്രകടമാകും. അത് തന്നെയാണ് ബ്രഹ്മം. ബ്രഹ്മത്തിൻ്റെ സ്വഭാവം അതാണ്. രൂപമില്ല, ഭാവമില്ല, ഒരു ഗുണവുമില്ല, വിചാരങ്ങളില്ല. പോത്തുപോലെ, പോത്ത് മഴയത്ത് നിൽക്കുന്ന പോത്തിനെ കണ്ടിട്ടില്ലേ? അതിന് ഒരു ചൊല്ലുമില്ല. അതുപോലെയാണ് ബ്രഹ്മം. അപ്പം നമ്മളെ മനസ്സും അതേപോലെ ആവുക എന്ന് പറഞ്ഞാൽ ആ അവസ്ഥയാണ് ബ്രഹ്മം. നമ്മളെ മനസ്സിൽ ആ ബ്രഹ്മം തെളിഞ്ഞു വരികയാണ്. എന്താണ് ബ്രഹ്മം എന്ന് ചോദിച്ചാൽ അത് തന്നെ. എന്താണെന്ന് ചോദിച്ചാൽ ഒരു ഗാഠനിദ്രേൻ്റെ സുഖം എന്താണെന്ന് നമ്മളോട് ചോദിച്ചാൽ എന്താ പറയുക? നല്ല സുഖം തന്നെയാണ്. അല്ലാതെ പറഞ്ഞുതരാൻ പറ്റും. അതുപോലെ മനസ്സും ഒരു വിചാരങ്ങളില്ലാതെ ആ ബ്രഹ്മത്തിൻ്റെ അവസ്ഥയായി മാറുമ്പോൾ ഇതാണ് ബ്രഹ്മം. ആ ഒരു ഫീലിംഗ്. അവൻ അതോടെ കൈവല്യത്തെ പ്രാപിക്കുന്നു. അപ്പോൾ ദുഃഖങ്ങളെല്ലാം അവസാനിക്കും. പിന്നെ അവൻ്റെ ജീവിതത്തിൽ ദുഃഖമില്ല. പറഞ്ഞ ഇതെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. ജീവിതം എന്നത് ദുഃഖപൂർണമാണ്. നമ്മൾ വിചാരിക്കാം നമുക്കേ ദുഃഖമുള്ളൂ. അല്ല. വേദം ഉറപ്പിച്ചു പറയുന്നു, ലോകത്തിൽ 100 പേരുണ്ടെങ്കിൽ ആ 100 പേരും ദുഃഖിതരാണ്. അധിക സമയം എപ്പോഴെങ്കിലും ഒരു കാര്യം സാധിക്കും. കാരണം നമ്മൾ പരീക്ഷ എഴുതുന്നത് എന്തിനു വേണ്ടിയാണ്? കഷ്ടപ്പെടുന്ന ദുഃഖവും കഷ്ടപ്പാടും. മഴയത്തെല്ലാം പോകണം പഠിക്കാൻ. കഷ്ടപ്പാടും ദുരിതവും തന്നെയാണ്. റിസൾട്ട് വരുമ്പോൾ ഒരു ചെറിയൊരു സുഖം, അന്ന് മാത്രം. പിന്നെ പിറ്റേത്തെ ക്ലാസ്സിൽ കഴിഞ്ഞാൽ പിന്നെ ആദ്യം തുടങ്ങി. ആ സുഖം തീർന്നു. ഭക്ഷണം കഴിക്കാൻ കിട്ടുന്ന സുഖം അപ്പോൾ കിട്ടുന്നത് അത് എത്ര നേരമാണ്? അല്പനിമിഷം. അത് കഴിഞ്ഞാൽ ബാക്കിയുള്ള സമയം മുഴുവൻ എന്താണ്? ദുഃഖം തന്നെ. വേറൊന്നിൻ്റെ പിന്നാലെ ഓടുകയാണ്. അപ്പോൾ ഈ ഓട്ടം നിർത്തുമ്പോഴേ ശാന്തത കിട്ടുള്ളൂ. അപ്പോൾ ദുഃഖം എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ്. ഒരാളും സാറ്റിസ്ഫൈഡ് അല്ല. ദുഃഖമില്ലാതെ ഒരു വ്യക്തി ഈ ലോകത്തിലില്ല. ജീവിതം എന്ന് പറയുന്നത് ദുഃഖമാണ്. അതുകൊണ്ട് നമ്മൾ ഈ സത്യം മനസ്സിലാക്കണം. എനിക്ക് മാത്രമാണ് ദുഃഖം, ബാക്കിയുള്ളവരെല്ലാം സുഖിക്കുന്നത്, ഞാൻ സുഖിച്ചിരിക്കുകയാണ് എന്ന് വിചാരിച്ചാൽ അത് മണ്ടത്തരമാണ്. ഇതെങ്കിലും മനസ്സിലാക്കാൻ ശ്രമിക്കുക. ജീവിതം എന്ന് പറഞ്ഞാൽ ദുഃഖമാണ്, നരകമാണ്. അല്ലാതെ വേറൊന്നില്ല. അപ്പം ദുഃഖം എപ്പോഴേ മാറുകയുള്ളൂ? ഈ ബ്രഹ്മസാക്ഷാത്കാരത്തിൽ എത്തുമ്പോൾ. അവൻ കൃതാർത്ഥനായിത്തീരുന്നു. അവൻ്റെ മനുഷ്യ ജന്മം സ്വാർത്ഥകമായി. അപ്പോഴാണ് ജീവിത ലക്ഷ്യം പൂർത്തിയായത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? നമ്മൾ ജനിക്കുന്നത് കർമ്മം ചെയ്യാൻ വേണ്ടിയാണ്. കർമ്മം ചെയ്യുമ്പോൾ എപ്പോഴും ദുഃഖം തന്നെയാണ്. എപ്പോഴാണ് നമ്മുടെ കർമ്മം തീരുക? അതാ ശക്തി തീരുമാനിക്കണം. ജനിച്ചിപ്പിച്ചാൽ കർമ്മം ഉണ്ടാവും. മരിക്കുന്നത് വരെ എന്തെങ്കിലും കർമ്മം കാണും.
ഒരു നിമിഷം പോലും ആരും കർമ്മം ചെയ്യാതെ ഇരിക്കുന്നില്ല എന്നാണ് വേദം പറയുന്നത്. ഒന്നുമില്ലെങ്കിൽ ചിന്തിച്ചെങ്കിലും ഇരിക്കുന്നില്ല. അപ്പോൾ അടുത്ത ജന്മത്തിലും കർമ്മം ഉണ്ടെങ്കിൽ അടുത്ത ജന്മത്തിലും ജനിച്ചേ പറ്റും. അത് പട്ടിയോ പൂച്ചയോ എന്തെല്ലാമായിട്ട് ജനിക്കേണ്ടി വരും. ദുരിതപൂർണം തന്നെയാണ്. എപ്പോഴതെല്ലാം തീരുന്നോ അപ്പോഴാണ് ബ്രഹ്മസാക്ഷാത്കാരം. അപ്പോൾ അവൻ്റെ ജന്മം പൂർത്തിയായി. ഇനി അവന് ഇങ്ങനെ വന്ന് അധ്വാനിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. ഇനി 15, അങ്ങനെ അവൻ ആത്മതത്വം ശരിയായി ദർശിക്കുമ്പോൾ, അപ്പോഴാണ് അവൻ ആത്മതത്വം ദർശിക്കുന്നത്. എന്താണ് ആത്മാവ് എന്നത് ആ നിമിഷത്തിലാണ് അവൻ മനസ്സിലാക്കുന്നത്. അവനപ്പം മനസ്സിലാവും ഇതാണ് ആത്മതത്വം. എന്ത്? ഇതിലാണ് ബ്രഹ്മമായി മാറിയത്. ഈ അവസ്ഥയാണ് ബ്രഹ്മം. പ്രപഞ്ചം മുഴുവൻ ഈ അവസ്ഥയാണുള്ളത്. അത് എന്തെല്ലോ ആയിട്ട് മാറിയിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. അതായത് ആ പരബ്രഹ്മത്തെ പ്രത്യക്ഷമാക്കുമ്പോൾ അവൻ വികാരരഹിതനായിത്തീരും. അപ്പോൾ അവൻ എന്തില്ല? വികാരവിചാരങ്ങളില്ല. അചലനാണ്, അവൻ ചലിക്കില്ല. നിശ്ചിതം ഉറച്ച ഒരു അവസ്ഥയാണ്. അങ്ങനെ വിശുദ്ധനായ ആ പരബ്രഹ്മ പരമേശ്വരനെ അറിഞ്ഞ് ആ രൂപത്തിൽ അവൻ പരമേശ്വരനെ അറിയും. അവൻ അതാണെന്നും അറിയും. അവൻ തന്നെയാണ് പരമേശ്വരൻ എന്ന സത്യവും അവൻ മനസ്സിലാക്കി. ഇതാണ് പരമേശ്വരൻ എന്ന് മനസ്സിലാക്കി അപ്പോൾ എല്ലാവിധ ബന്ധനങ്ങളിൽ നിന്നും വേർപെടും. അപ്പം ബ്രഹ്മസാക്ഷാത്കാരം നേടിക്കഴിഞ്ഞാൽ 100% ബന്ധം തീരും. ബന്ധം പിന്നെയില്ല, ആരുമായിട്ടൊരു ബന്ധവുമില്ല. പിന്നെ ഇവിടെ വന്ന് പ്രഭാഷണം നടത്തുമൊന്നുമില്ല. അവൻ വിട്ടു പോയി. ഇതാണ് ബ്രഹ്മസാക്ഷാത്കാരം. അതുകൊണ്ടാണ് ലക്ഷ്യം അതാണ്. അപ്പം പിന്നെ ആദ്യം തന്നെ ബന്ധങ്ങൾ ഉപേക്ഷിച്ചിട്ട് തന്നെ പോയാലേ ആ അവസ്ഥയിലേക്ക് എത്തുകയുള്ളൂ. അതോടെ അവനൊരു സത്യം തിരിച്ചറിയുന്നു. മനസ്സ്, ബുദ്ധി, ഇന്ദ്രിയങ്ങൾ മൂലായ വഴി ബ്രഹ്മത്തെ പ്രാപിക്കുവാനാകില്ല. അപ്പോഴേ മനസ്സിലാവുകയുള്ളൂ, ചിന്തിച്ചിട്ടോ ബുദ്ധി ഉപയോഗിച്ചിട്ടോ മനസ്സുകൊണ്ടോ ഇന്ദ്രിയങ്ങളെ കൊണ്ടൊന്നും ആ അവസ്ഥ മനസ്സിലാക്കാൻ, ആ നിർഗുണമായ അതിന് രൂപവും ഭാവവുമില്ല. പിന്നെ എങ്ങനെയാണ് മനസ്സിലാക്കുന്ന? അതൊന്നും അവിടെ വരെ എത്താൻ പറ്റില്ല. ബുദ്ധിക്കൊന്നും അതുവരെ മനസ്സിനോ ഇന്ദ്രിയങ്ങൾക്കൊന്നും ആ ബ്രഹ്മത്തിൻ്റെ അവസ്ഥ എത്തിച്ചേരാൻ പറ്റില്ല. ആ ഏകമാത്രമായ ആത്മാവിനെ, അതാണ് ഏകമാത്രമായ ആ പരമേശ്വരൻ, ഈശ്വരൻ, അത് ഏകനാണ്. ഇത് ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും എല്ലാവരും ഈ അവസ്ഥയിൽ ചിന്തിച്ച് എത്തിച്ചേരുന്നത് ഈ അവസ്ഥയാണ്. അപ്പോഴവൻ മനസ്സിലാക്കും എല്ലാം ഒന്നാണ്. ആ അവസ്ഥയിലെ അവനെ ഒന്നായിട്ട് കാണാൻ പറ്റുകയുള്ളൂ. ഇനി 16, അപ്പോൾ പിന്നെ മനസ്സിലാകുന്ന കാര്യങ്ങളാണ്. ഈ പരബ്രഹ്മ പരമേശ്വരൻ എല്ലായിടവും അന്തരാമിയായിട്ട് വ്യാപിച്ചിരിക്കും. എല്ലായിടവും ബാഹ്യത്തിലുള്ള കാണുന്നതെല്ലാം അത് തന്നെയാണ്. എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ വലിയ പാടൊന്നുമില്ല. ഒരു രൂപവും ഭാവവും ഇല്ലാത്ത സാധനമാണ് ഇതെല്ലാമായി മാറിയത്. അത് വേറൊന്നെടുത്ത് ഉണ്ടാക്കിയതല്ല. നമുക്ക് മനസ്സിലാക്കാൻ വേറൊരു ഉദാഹരണം പറഞ്ഞു തരാം. ഒരു ഗോതമ്പ്, നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കാൻ മാവ് എടുക്കുമല്ലോ, ഇത്ര വണ്ണത്തിലെടുക്കണം മാവ്. അത് ബ്രഹ്മമാണെന്ന് സങ്കല്പിക്കും. അതിന് രൂപവും ഭാവവുമില്ല. പക്ഷെ മാവിന് രൂപവും ഭാവമുണ്ട്, പക്ഷേ ബ്രഹ്മത്തിന് രൂപവും ഭാവവുമില്ല. എന്നിട്ട് ആ മാവിൻ്റെ, ഉരുണ്ട മാവിൻ്റെ ഒരറ്റത്ത് കുറച്ചിങ്ങനെ വേർപെടുത്തരുത്. അതിൽ നിന്ന് തന്നെ ഉരുട്ടിയിട്ട് ഒരു കാക്കമാരിയാക്കണം. ഇവിടെ ഈ മാവിൻ്റെ ഈ ഭാഗത്തു നിന്ന് ഉരുട്ടിയിട്ട് ഒരു പൂച്ചമാരിയാക്കണം. ഇപ്പോഴും ഒരു മനുഷ്യനെ മാരിയാക്കണം. ഇവിടെ ഒരു മരം, ഇങ്ങനെ ഉരുട്ടിയിട്ട് നമ്മൾ ആക്കാലോ, വേർപെട്ട് പോയത്. അപ്പം ഇതെല്ലാം മാവ് തന്നെയാണ്. അത് മനുഷ്യനാണോ പൂച്ചയാണോ എന്ന് ചോദിക്കുന്നതിലൊന്നും അർത്ഥമില്ല. മാവ് തന്നെയാണ് ഇങ്ങനെ ആക്കി വെച്ചിരിക്കുന്നത്. അതേപോലെ തന്നെയാണ് രൂപവും ഭാവവും ഇല്ലാതെ ബ്രഹ്മം ഈ പ്രപഞ്ചമായി മാറി. പക്ഷേ അതിനെ നേരം ദൃശ്യമാകുന്നു. ആ വ്യത്യാസമേ ഉള്ളൂ. അത് പ്രപഞ്ചമാകുമ്പോൾ അതിനെ കാണാൻ പറ്റുന്നു, മാവിനെ കാണാൻ പറ്റുന്നില്ല. ആ വ്യത്യാസമേ ഉള്ളൂ. മാവ്
ഇങ്ങനെ പലതാക്കി മാറ്റിയാൽ എല്ലാം കാണാം, മാവിനെയും കാണാം. പക്ഷേ മാവ് എന്ന് പറഞ്ഞാൽ ഈ കുഴച്ച മാവാണ് പറയുന്നത്, അല്ലാതെ മറ്റേ മാവല്ല. അപ്പം അതേമാതിരി ഈ കുഴച്ച മാവ് ബ്രഹ്മമായി സങ്കല്പിച്ചത് അതിന് രൂപവുമില്ല പാപവുമില്ല എന്ന് സങ്കല്പിക്കുക. എന്തോ ഒരു സാധനം. അതിൽ നിന്ന് ഒരു ഭാഗത്തു നിന്ന് കുറച്ച് മനുഷ്യനെ, ഒരു ഭാഗത്ത് ഭൂമിയിൽ പ്രപഞ്ചത്തിലുള്ള എല്ലാമായിട്ട് മാറി. അതാണ് വിരാട രൂപം. ആ പ്രത്യക്ഷമായതാണ് വിരാട രൂപം. അതിൻ്റെ പിന്നിലുള്ളതാണ് കാണാൻ പറ്റാത്തതാണ് ബ്രഹ്മം. അത് ഈ രൂപമാകുമ്പോൾ പ്രത്യക്ഷമാകുന്നു. ബ്രഹ്മത്തെ കാണുന്നില്ല, അതിങ്ങനെ രൂപമായി മാറുമ്പോൾ പ്രത്യക്ഷമായിട്ട് നമ്മൾ കാണുന്നു. പക്ഷേ അത് പിടിവിട്ടിട്ടുണ്ടോ ബ്രഹ്മമായിട്ട് പിടിവിട്ടിട്ടില്ല. ആ കുഴച്ച മാവ് രൂപവും ഭാവവും ഒന്നും ഇല്ലാത്തതാണ് ബ്രഹ്മം. അതിൽ നിന്ന് ഓരോ മനുഷ്യൻ അതിനകത്ത് നിന്ന് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ മാത്രം അത് കാണാൻ പറ്റും. നമ്മൾ കാണുമ്പോൾ ആരെയെ കാണുള്ളൂ? പ്രമോദിനെ കാണും, വേറൊരാളെ കാണും, പട്ടീനെ കാണും, പൂച്ചനെ കാണും, ഭൂമി കാണും, എല്ലാം കാണും. പക്ഷെ അതെല്ലാം മാവിനെ മാത്രം കണ്ടുകൂടാ. അതിനെ യോജിപ്പിക്കുന്ന മാവിന്, കുഴച്ച മാവിന്. ഈ അവസ്ഥയിൽ ചിന്തിച്ചാൽ നമുക്ക് ഈശ്വരനെയും മനസ്സിലാകും ഏകദേശം. അന്തരാമിയായിട്ട് എല്ലായിടത്തും വ്യാപിച്ചിരുന്നു. അവൻ പൂർണ്ണനാണ്. കാരണം ഇതാണ് പൂർണ്ണൻ. അതിൻ്റെ ഓരോ സ്ഥാനം ഇങ്ങനെ തെളിഞ്ഞു വരുന്നു. പ്രപഞ്ചത്തെ അദ്ദേഹമില്ലാതെ ഒരു സ്ഥാനവുമില്ല. അപ്പം അങ്ങനെയുള്ള സ്ഥാനത്തിൽ അദ്ദേഹമില്ലാതെ ഏതോ സ്ഥലമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഈ ശരീരം അദ്ദേഹം തന്നെയാണ്, എല്ലാ ശരീരവും അദ്ദേഹമാണ്. അതാദ്യം ഹിരണ്യഗർഭരൂപത്തിൽ പ്രത്യക്ഷമായി. അതെങ്ങനെയാണ് ആയതെന്ന് വെച്ചാൽ, ആ ബ്രഹ്മം വലിയൊരു, ഞാൻ പറഞ്ഞല്ലോ മാവ്, കുഴച്ച മാവ്, അതിൻ്റെ ഒരു മൂലക്കുള്ള ഒരു സാധനം ഒരു ഗോളമായിട്ട് ആദ്യം മാറി. അതാണ് ഹിരണ്യഗർഭം. ഹിരണ്യഗർഭം എന്ന് പറഞ്ഞാൽ നമ്മളെ ഗർഭത്തിൻ്റെ അകത്ത് ഒരു കൊച്ചിൻ്റെ അണ്ടവും ബീജവും ചേർന്ന ഒരു തന്മാത്രയുണ്ട്, ജനിതക ഘടന. അതുപോലെ പ്രപഞ്ചത്തിൻ്റെ ഉണ്ടാകാൻ പോകുന്നതിൻ്റെ എല്ലാം ഒരു ജനിതക ഘടന, അതൊരു പ്ലാന് എന്ന് വേണമെങ്കിൽ പറയാം. ആ പ്ലാനിനാണ് പരമാത്മാവ് എന്ന് പറയുന്നത്. പരമാത്മാവ് എന്ന പ്ലാന്. അപ്പം കുഴച്ച മാവ്, അദൃശ്യമായ കുഴച്ച മാവ് മുഴുവനുണ്ട്. അതിൻ്റെ ഒരു മൂലക്ക് ഒരു ഗുരുമാതിരി അത് പ്രത്യക്ഷപ്പെടുന്നു. അതിൻ്റെ അകത്ത് മനുഷ്യൻ്റെ അണ്ടവും ബീജവും കൂടി ചേർന്ന അവമാരി ഉള്ളിയുണ്ട്. അല്ലെങ്കിൽ വിത്തില് അതിൻ്റെ ജനിത ഘടനയുണ്ടല്ലോ, അതാണ് ഇങ്ങനെ വികസിച്ച് വരുന്നത്, പ്രപഞ്ചമായി മാറുന്നത്, ഞാനുമല്ലായിട്ട് മാറുന്നത്. പിന്നെ പ്രളയ സമയത്തിൽ അതിൻ്റെത്തേക്ക് പോകും. അതിനാണ് ഹിരണ്യഗർഭൻ എന്ന് പറയുന്നത്. ഏതുപോലെ എന്നാൽ ഇന്ന് സൂര്യനും ഗോളങ്ങളും എല്ലാം, ഇപ്പം ഈ ഭൂമിയിൽ ജീവജാലങ്ങളുണ്ട്, നമ്മളെല്ലാം ഉണ്ട്, സൂര്യനുണ്ട്, ബുധൻ ശുക്രൻ എല്ലാം ഉണ്ട്, ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സമയം ഈ നക്ഷത്രം എന്തായിരിക്കും? കത്തിയെരിഞ്ഞങ്ങ് പോവും. അതാണ് ആകാശത്ത് കാണുന്ന ബ്ലാക്ക് ഹോൾ. പക്ഷെ അതിൻ്റെ അകത്തെന്തുണ്ട്? പ്രപഞ്ചമായി മാറുന്ന ആ ബ്രഹ്മത്തിൻ്റെ ആ പ്ലാനുണ്ട്, നമ്മുടെ ജനിതക ഘടന പോലെ. അതിൽ നിന്ന് അതിങ്ങനെ വികസിച്ച് വരും, പ്രപഞ്ചമായി മാറും, തിരിച്ചതിലേക്ക് പോകും. അതാണ് നക്ഷത്രം കത്തിയെഴിഞ്ഞ് നമ്മൾ ആകാശത്ത് കാണുന്നു. അത് ശാസ്ത്രലോകം കണ്ടെത്തിയിട്ടുണ്ട്. കത്തിയെരിഞ്ഞ ഒരു നക്ഷത്രം, അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് വെച്ചാൽ ആ പ്ലാനാണുള്ളത്, നിർഗുണമായ ബ്രഹ്മമാണുള്ളത്. അല്ലാതെ അതിൻ്റെ അകത്ത് വേറെ ഒന്നുമില്ല. നിർഗുണമായ ബ്രഹ്മം, അതിലൊരു പ്ലാനുണ്ട്, ഒരു ശക്തിവിശേഷമുണ്ട്. ആ ശക്തിവിശേഷം തന്നെയാണ് ബ്രഹ്മം. അതാണ് ആ പ്ലാൻ അനുസരിച്ച്, സങ്കല്പത്തിനനുസരിച്ച് ആ നക്ഷത്രമായിട്ട് പിന്നെ തിരിച്ചു വരുന്നത്. അതുപോലെ ഈ 47 ലോകങ്ങൾ കൂടിയ പ്രപഞ്ചമുണ്ടല്ലോ, അതെല്ലാം ഒരു കാലം കത്തിയെരിഞ്ഞ് ശൂന്യതയിലേക്ക്, ശൂന്യത തന്നെ ബ്രഹ്മത്തിൽ തന്നെ പോകും. ഈ വലിയ മാവുമാരിയുള്ളതെന്ന് ഒരു മൂലക്ക് പ്രപഞ്ചമുണ്ടായി തിരിച്ച് അതിലേക്ക് പോകും. നമ്മുടെ ശരീരത്തിൽ ഇവിടെ ഒരു കുരു ഉണ്ടായി തിരിച്ച് അതിലേക്ക് പോകുന്ന മാതിരി ഇത് പോയി വന്നും കൊണ്ട് ഇരിക്കും. അപ്പം ഹിരണ്യഗർഭ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. അതിൽ അന്തരാമിയായിട്ട് അതുണ്ട്. ഏതുണ്ട്? ആ പ്ലാനുണ്ട്, അതിൻ്റെ സങ്കല്പങ്ങളുണ്ട്, എങ്ങനെയാണിത് പ്രപഞ്ചമായി മാറേണ്ടതെന്നുള്ള പ്ലാൻ അതിൻ്റെ അകത്തുണ്ട്. പിന്നെ ജഗത്ത് രൂപത്തിൽ പ്രകടമാകും.
എന്നിട്ട് പ്രളയശേഷം വീണ്ടും അതിലേക്ക് അപ്രത്യക്ഷമാകും, പിന്നെയും അത് പ്രത്യക്ഷമാകും. ഇങ്ങനെ സൈക്കിളിക്കായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതേസമയം അതെന്ത് ചെയ്യുന്നുണ്ട്? ഇതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നു. അതിന് രൂപവും ഭാവമൊന്നുമില്ല ഈശ്വരന്. ഇതാണ് ഈശ്വരൻ. ഈശ്വരൻ ഏകനാണ്. ആ സംഗതിയെ ഈശ്വരൻ ബ്രഹ്മം എന്ന് കാണണം. അല്ലാതെ ബാക്കിയുള്ള ദേവതകൾ എന്നെല്ലാം പറഞ്ഞാൽ അത് ഇങ്ങനെയായി മാറിയ ഞാൻ ദേവതയാണ്, എല്ലാം ദേവതയാണ്. പ്രപഞ്ചത്തിലെ കല്ലും മണ്ണും എല്ലാം 33 കോടി ദേവതകൾ. അതിൽ ബലങ്ങളുണ്ട്, സൃഷ്ടിക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രേരക ശക്തികളുണ്ട്. അതിനെല്ലാം ബ്രഹ്മ വിഷ്ണു എന്നെല്ലാം പറയുന്നത്. അവരെല്ലാം നമ്മളെപ്പോലെ തന്നെ നമ്മളെ ജോലി ചെയ്യുകയാണ്. നമുക്ക് കുറച്ചു നേരം ജോലി ചെയ്താൽ മതി, പിന്നെ കിടന്നുറങ്ങാം. പക്ഷേ ബ്രഹ്മാവിന് ആ സൃഷ്ടി നടത്തുന്ന ശക്തിക്ക് ഉറക്കാനും പറ്റില്ല. അപ്പം അവരുടെ കാര്യം കഷ്ടമാണ്, കട്ടപ്പുകയാണ്. പിന്നെ അവരെ പോയി ഡിസ്റ്റർബ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. എന്നിട്ടോ അഗ്നിയിലിരിക്കുന്ന പരബ്രഹ്മ പരമേശ്വരൻ ജലത്തിലുമുണ്ട്, സകല ലോകങ്ങളിലും അന്തരാമിയായിട്ടിരിക്കുന്നു. ഈ പരമേശ്വരൻ എതിരുണ്ട്. അഗ്നിയിലുള്ളതും അത് തന്നെയാണ്, ജലത്തിലുള്ളത് അത് തന്നെയാണ്, എല്ലാത്തിലുള്ളതാണ്, പ്രമോദിലുള്ളതും അത് തന്നെയാണ്. അത് തന്നെ ഔഷധിയിലുമുള്ളത്, ഔഷധിയിലുള്ള ശക്തിയും അത് തന്നെയാണ്, വനസ്പതിയിലിരിക്കുന്നത് അത് തന്നെയാണ്. അങ്ങനെ എല്ലായിടവുമുള്ള പരമേശ്വരനെ നമ്മൾ നമസ്കരിക്കുന്നു. ഇത്രയും പറഞ്ഞിട്ട് രണ്ടാമത്തെ അധ്യായം തീരുകയാണ്. അതിന് നമസ്കാരം, ആ ശക്തിക്ക് നമസ്കാരവും പറഞ്ഞുകൊണ്ട് രണ്ടാം അധ്യായം തീരുന്നു. ഇനി അടുത്ത അധ്യായം.